8-ാം അധ്യായം സൂറത്തുൽ അൻഫാലിലെ 33-ാം വചനത്തിന്റെ അവതരണ പശ്ചാത്തലം. പ്രബോധനത്തിന്റെ ആദ്യകാലം. സത്യമതത്തിന്റെ ശബ്ദം മക്കയിൽ മുഴങ്ങിക്കൊണ്ടിരുന്ന കാലം. എന്നാൽ സത്യത്തെ അംഗീകരിക്കാൻ തയ്യാറാകാത്ത മുശ്രിക്കുകൾ പരിഹസിച്ചു. അവർ വെല്ലുവിളിച്ചു, മുഹമ്മദ് പറയുന്നത് സത്യമെങ്കിൽ ആകാശത്തു നിന്ന് കല്ലുകൾ മഴ പെയ്യട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനയേറിയ ശിക്ഷ വരട്ടെ. അവരുടെ ഈ വെല്ലുവിളിക്ക് ഉത്തരമായി അള്ളാഹു പറഞ്ഞു, നബിയെ, നീ അവർക്കിടയിലുള്ളപ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോഴും അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. ഇത് വെറും മറുപടിയല്ല, അള്ളാഹുവിന്റെ അനന്തമായ കരുണയുടെ പ്രഖ്യാപനമാണ്. ചിന്തിച്ചു നോക്കൂ, മനുഷ്യർ ചെയ്യുന്ന ഓരോ തെറ്റിനും ഉടനെ ശിക്ഷ ലഭിച്ചിരുന്നെങ്കിൽ ഭൂമിയിൽ ആരെങ്കിലും അവശേഷിക്കുമായിരുന്നു. എന്നാൽ അള്ളാഹു കഠിനനല്ല, അവൻ പരമകാരുണികനാണ്. തെറ്റുകളിൽ നിന്നും പിന്തിരിയാനും പാപമോചനം തേടാനും അവൻ അവസരം നൽകുന്നു. നീ സത്യസന്ധമായി അള്ളാഹുവിലേക്ക് തിരിയുന്ന നിമിഷം തൊട്ട് നിനക്കായി ഒരു പുതിയ തുടക്കം തുറക്കപ്പെടുന്നു. തെറ്റുകളില്ലാത്ത മനുഷ്യനില്ല, പക്ഷേ തെറ്റുകളിൽ നിന്ന് മടങ്ങുന്നവനെ അള്ളാഹു സ്നേഹിക്കുന്നു. പാപമോചനത്തിന്റെ വാതിൽ ഇന്നും തുറന്നിരിക്കുന്നു.